മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപദേശക സമിതി രൂപീകരണത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ, പുതിയ ബൈലോ ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ജി അജിത് കുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ വിവിധ ഉപദേശക സമിതികളിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളും തിരിമറികളും പ്രവർത്തന പിഴവുകളും സംബന്ധിച്ച് അനവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉത്തരവ്. സമിതികളുടെ സാമ്പത്തിക തിരിമറികളും രാഷ്ട്രീയ ഇടപെടലുകളും ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ വഴിയൊരുക്കും. ചില ഉപദേശക സമിതികൾ ഭീമമായ തുക ഭാരവാഹികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു. കൃത്യമായ കണക്കുകളോ ഓഡിറ്റിംഗോ ഇല്ല. ഭക്തരിൽ നിന്ന് ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും പ്രവർത്തനത്തിനും കൃത്യമായ മാനദണ്ഡങ്ങളില്ല. മേൽക്കാരണങ്ങൾ കൊണ്ട് സമിതികളുടെ ക്രമക്കേടുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉപദേശക സമിതിയെ സമവായത്തിൽ തിരഞ്ഞെടുക്കണം. സാധിച്ചില്ലെങ്കിൽ നറുക്കെടുപ്പ് ആകാം. ദേവസ്വം ഓഫീസറാണ് ഇനി മുതൽ സമിതി ട്രഷറർ. സമിതി കാലാവധി 2 വർഷം, ഭാരവാഹിത്വം 1 വർഷം മാത്രം. സമിതി ഭാരവാഹി അംഗത്വം പരമാവധി 2 വട്ടം. കാലാവധി ഏതെങ്കിലും സാഹചര്യത്തിൽ നീട്ടേണ്ടി വന്നാൽ 1 വർഷം മാത്രം. സമിതിയെ സ്ഥിരമായി ഒഴിവാക്കേണ്ടി വന്നാൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണമെന്നും നിർദ്ദേശം. സമിതിയിലെ ഭാരവാഹികൾ പരമാവധി അംഗസംഖ്യ 9. ചോറ്റാനിക്കര, തൃപ്പൂണിത്തുറ, എറണാകുളം, വടക്കുംനാഥൻ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, തിരുവില്ലാമല എന്നീ ക്ഷേത്രങ്ങളിൽ 16 വരെയും. സമിതികളുടെ എല്ലാ രസീതുകളിലും കൂപ്പണുകളിലും ലെറ്റർ ഹെഡുകളിലും ദേവസ്വം അനുവദിച്ച രജിസ്റ്റർ നമ്പർ വേണം. സമിതിയുടെ പേരിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാത്രമേ പാടൂ. കൊച്ചി ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളിൽ രാഷ്ട്രീയ ഇടപെടൽ എളുപ്പമല്ല. നിലവിൽ പ്രമുഖ ക്ഷേത്ര സമിതി അംഗങ്ങളെ ദേവസ്വം ബോർഡ് നാമനിർദ്ദേശം ചെയ്യുകയാണ്. CPM പ്രാദേശിക ഭാരവാഹികളും നേതാക്കളുടെ ബന്ധുക്കളും നിരവധി സമിതികളിൽ ഇങ്ങനെ അംഗമായിട്ടുണ്ട്. തിരുവില്ലാമല, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, തൃപ്പൂണിത്തുറ, വടക്കുംനാഥൻ, ചോറ്റാനിക്കര, ഊരകം, അമ്മത്തിരുവടി, അങ്കമാലി, പുതിയേടം, തൃശൂർ പൂങ്കുന്നം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സമിതി അംഗങ്ങളായും ഭാരവാഹികളായും പാർട്ടി ഭാരവാഹികളുണ്ട്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം പൊതുയോഗത്തെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. തർക്കമുണ്ടെങ്കിൽ നറുക്കെടുത്ത് നിശ്ചയിച്ച് ബോർഡിന്റെ അംഗീകാരം വാങ്ങണം. നാമനിർദ്ദേശത്തിന് വകുപ്പില്ല. ഉപദേശക സമിതി ട്രഷറർ ദേവസ്വം ഉദ്യോഗസ്ഥരാകുമ്പോൾ സമിതികൾക്ക് സാമ്പത്തിക അച്ചടക്കമുണ്ടാകും. നിലവിൽ പല സമിതികളും വൻ തുകകൾ പോലും കൈകാര്യം ചെയ്യുന്നത് നിരുത്തരവാദപരമായാണ്. പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രസമിതി 10 വർഷം മുമ്പ് മരം വാങ്ങിയ വകയിൽ കൊടുക്കാനുള്ളത് 1/4 കോടി രൂപയാണ്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് സമിതികൾ വർഷങ്ങളോളം തുടരുന്നതും ഒഴിവാകും. 2 വർഷ കാലയളവിന് ശേഷം ഇനി 1 വർഷത്തേക്ക് കൂടിയേ പരമാവധി ദീർഘിപ്പിക്കാൻ ബോർഡിന് അനുവാദമുള്ളൂ. ഭാരവാഹിത്വം വഹിച്ചവർ അടുത്ത കമ്മിറ്റിയിൽ പദവിയിൽ തുടരാനാകില്ല. 2 വട്ടത്തിലേറെ സമിതി അംഗത്വം പാടില്ല. പ്രധാനപ്പെട്ട 7 ക്ഷേത്രങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും 9 അംഗ പരിധി വരുന്നതോടെ ജംബോ സമിതികളും ഇല്ലാതാകും. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.